ഹലോ ഹലോ ഏട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായി പോകുന്നു. അമ്മയ്ക്ക് എന്നോട് ഭയങ്കര കാര്യമായിട്ടാ. അടുത്ത മാസം ചിലപ്പോൾ വരാൻ പറ്റിയേക്കും. ഡി, നിനക്ക് എന്തെങ്കിലും കാര്യത്തിനൊരു ശ്രദ്ധയുണ്ടോ? ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മോട്ടർ ഓണായി വെള്ളം പോയത് നീ കേട്ടായിരുന്നോ? 5 പൈസ എടുക്കാണ്ട് വരികയും ചെയ്തു. എന്നിട്ട് പാഴ്ചെലവാണ് മൊത്തം. എന്തോന്നേ എല്ലാ ദിവസവും ഈ കണക്കണാന്ന് പറയാനുള്ളത്? അവൻ്റെ കാശ് കളയാനായിട്ട്. അല്ല, കിടക്കൊന്നും വേണ്ടേ? മണി 11 പിന്നെ നീ എന്നോട് പറഞ്ഞൊക്കെ കള്ളമായിരുന്നു അല്ലേ? എന്ത്? അമ്മയ്ക്ക് നിന്നെ വലിയ കാര്യമാണ്. ഏതായാലും ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകുന്നുണ്ട്. തൽക്കാലം ഇപ്പം നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഇവിടെ കൊണ്ട് എങ്ങോട്ടാ? ഞങ്ങളൊന്ന് പുറത്തു പോവാണേ. ആരാടാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അമ്മയുടെ 2 പെമ്മക്കൾ വന്നിട്ടുണ്ടല്ലോ, അവരോട് പറഞ്ഞുണ്ടാക്കാൻ. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. ഹലോ മോനെ, ഒന്ന് വേഗം വരണേ. ശരി അമ്മേ. എന്നാ അമ്മേ പ്രശ്നം? മോനെ, കുറച്ചു നേരം മുമ്പ് ഒരു പോലീസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടിരുന്ന മരുമകളെ ഞാൻ പീഡിപ്പിക്കുകയെന്നും പറഞ്ഞ. ഞാൻ എന്താ മോനെ ചെയ്യുക? ആരാ മോനെ പരാതി കൊടുത്തത്? ഞാൻ തന്നെയാണ് കേസ് കൊടുത്തത്. അമ്മ എന്തൊക്കെ ദ്രോഹം അവളോട് ചെയ്തത്? കഴിഞ്ഞ ദിവസം അവളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയില്ലേ? അതെൻ്റെ കൺമുന്നിലല്ലേ? അവളോടൊപ്പം ചോദിച്ചാൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹമാണ്, എന്നോട് ഭയങ്കര സ്നേഹം പറയും. ഞാനത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ സത്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇപ്രാവശ്യം അവളെ എൻ്റെ കൂടെ കൊണ്ടുപോവുക. എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞോ? എല്ലാം എടുത്തു വെച്ചു. ഏട്ടാ, ഇനിയെങ്കിലും സത്യം അമ്മയോടൊന്ന് പറയണ്ടേ? എന്ത് സത്യം? വന്ന പോലീസുകാരൻ ഏട്ടൻ്റെ ഫ്രണ്ടാണെന്നും പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നതാണെന്നും അമ്മയോട് പറയണ്ടേ? അമ്മ ആകെ പേടിച്ചിരിക്കുക. കുറച്ച് പേടി നല്ലതാ. തൽക്കാലം ഇപ്പം അത് അമ്മ അറിയണ്ട.